ഓട്ടോഗ്രാഫ് എന്ന പരമ്പരയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ശ്രീകുട്ടി. അന്നത്തെ പരമ്പരയിലൂടെ താരങ്ങളായി മാറിയവരിൽ മിക്കവരും ഇപ്പോഴും അഭിനയരംഗത്ത് സജീവമാണ്. ചെറുതും വലുതുമായ ഇടവേളകളെടുത്ത് അഭിനയത്തിലേക്ക് തിരികെ വരുന്നവരുമുണ്ട്. പരമ്പരയിലെ മൃദുല എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് കയ്യടി നേടിയ താരമാണ് ശ്രീകുട്ടി. യൂട്യൂബ് ചാനൽ വഴിയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയും ശ്രീകുട്ടി തന്റെ എല്ലാ വിശേഷങ്ങളും പങ്കിടാറുണ്ട്. ഇപ്പോഴത്തെ ശ്രീകുട്ടി പങ്കുവച്ച പുതിയ വ്ലോഗാണ് ചർച്ചയാകുന്നത്. അപ്രതീക്ഷിതമായി വന്ന നടുവേദന ശ്രീകുട്ടിയെ കുറച്ചു ദിവസം നന്നായി വലച്ചുവെന്നത് വ്ലോഗിൽ നിന്ന് വ്യക്തമാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി നിരന്തരം ആശുപത്രിയിൽ കയറിയിറങ്ങേണ്ട സാഹചര്യമാണ് തനിക്കെന്നും ശ്രീകുട്ടി പറയുന്നു. ഇതുവരെ വരാത്ത അസുഖങ്ങൾ പോലും തനിക്ക് വന്നു തുടങ്ങിയെന്നും ആമമോതിരം ധരിച്ചു തുടങ്ങിയ ശേഷമാണ് ഈ സാഹചര്യമെന്നും ശ്രീകുട്ടി പറയുന്നു. മാസത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ആശുപത്രിയുടെ നടചവിട്ടിയില്ലെങ്കിൽ സമാധാനം കിട്ടില്ലെന്ന അവസ്ഥയിലാണ് ഞാൻ. ആമമോതിരം തന്ന പണിയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാൻ അതിലൊട്ടും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പറയാം. ആമമോതിരം വിട്ട ശേഷം മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ ഇപ്പോൾ ആശുപത്രിയിൽ പോകാറുണ്ട്. അതും ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത അസുഖങ്ങളുമായാണ് ഞാൻ ആശുപത്രിയിൽ പോകുന്നത്. തലവേദന അടക്കം വന്നു. തലവേദന വരാറുണ്ടായിരുന്നെങ്കിലും വേദന സഹിക്കാൻ വയ്യാതെ ആശുപത്രിയിൽ പോയി ട്രിപ്പ് ഇടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ആമമോതിരം വിട്ട ശേഷമാണ്. ഇപ്പോഴത്തെ നടുവിന് ചെറിയൊരു പണി കിട്ടി. രാത്രി ഉറങ്ങിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥ. വേദയെ സ്കൂളിൽ അയക്കാനായി ഭക്ഷണം മറ്റും തയ്യാറാക്കാനായി പുലർച്ചെ അലാറം വെച്ചുവെങ്കിലും എഴുന്നേൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഏട്ടന് ഷൂട്ടുള്ള ദിവസമായിരുന്നു. ആശുപത്രിയിൽ പോയ ശേഷം ഷൂട്ടിന് പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് വയ്യാത്തത് കൊണ്ട് വേദയെ സ്കൂളിലും വിട്ടില്ല. നിൽക്കാനും ഇരിക്കാനും ശ്വാസം വിടാനും പോലും പറ്റുന്നില്ല. അത്രത്തോളം വേദനയായിരുന്നു. നടുവിന്റെ ഒരു സൈഡിൽ മാത്രമാണ് വേദന. ജീവിതത്തിൽ ഇതുവരെ നടുവേദന വന്നിട്ടുള്ള ആളല്ല താൻ. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവമെന്ന് മനസ്സിലായില്ല. ഡോക്ടറെ കാണിച്ചപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാനും മൂത്രത്തിൽ കല്ലിന്റെ പ്രശ്നമാകുമെന്നാണ് പറഞ്ഞത്. എന്നാൽ എനിക്കത് വിശ്വാസമായിരുന്നില്ല. കാരണം 2.5-3 ലിറ്ററോളം വെള്ളം ഞാൻ ദിവസവും കുടിക്കും. യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി യൂറിനറി ഇൻഫെക്ഷൻ ആണെന്നും ബാക്ടീരിയ ഉണ്ടെന്നും. വെള്ളം കുടിക്കുന്നതിൽ ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്യാറില്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. നടുവേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ഡോക്ടർ ഒരു പെയിൻ കില്ലർ തന്നു. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് വേദന കുറഞ്ഞത്. രാത്രി ഉറങ്ങാത്തതിന്റെ ക്ഷീണവും ഉണ്ടായിരുന്നു എന്നാണ് അപ്രതീക്ഷിതമായി വന്ന നടുവേദന കാരണം വലഞ്ഞ അനുഭവം പങ്കിട്ട ശ്രീകുട്ടി പറഞ്ഞത്. ആമമോതിരത്തെക്കുറിച്ച് അറിവില്ലാത്തവർക്കായി ദീർഘായുസ്, ഐശ്വര്യത്തിന്റെ പ്രതീകം എന്നിവയൊക്കെയായിട്ടാണ് ആമയെ കണക്കാക്കുന്നത്. വെള്ളിയിൽ തീർത്ത ആമമോതിരം അണിഞ്ഞാൽ ഐശ്വര്യം നമ്മളെ തേടിയെത്തുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ ചില രാശിക്കാർ ആമമോതിരം ധരിക്കരുതെന്നും അശുഭകരമായ സംഭവങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. മേടം, കന്നി, വൃശ്ചികം, മീനം രാശിക്കാർക്ക് ആമമോതിരം പറ്റില്ല എന്നാണ് വിശ്വാസം. ഈ രാശിചിഹ്നങ്ങൾ ജലമൂലകത്തിന്റെ രാശിചിഹ്നങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടും നിരവധി വിശ്വാസങ്ങളുണ്ട്. വലതുകൈയിൽ ചൂണ്ടുവിരലിലോ നടുവിരലിലോ ആണ് കൂടുതൽ പേരും ഈ മോതിരം ധരിക്കുന്നത്.